ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. തെക്കൻ കാശ്മീർ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ സ്വർഗീയ ഭൂമിയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. വിനോദസഞ്ചാരികളുടെ പറുദീസ. മൂന്നാറിന്റെ തണുപ്പിൽ ഒരു യാത്രയെങ്കിലും താമസിച്ച് മനം മയക്കുന്ന തേയിലക്കാടുകളുടെ വശ്യ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് ഇഷ്ടപ്പെടാത്ത സഞ്ചാരികൾ ഉണ്ടാകുമോ? ഇല്ല എന്ന് പറയാം. മൂന്നാർ മലനിരകളും കാടുകളും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഡാമുകളും കൊച്ചരുവികളും തടാകങ്ങളും നീർച്ചോലകളും കോടമഞ്ഞും പകർന്നു നൽകുന്ന നയനാനന്ദകരമായ കാഴ്ചകൾ കണ്ട് കൊളുക്കുമലയും ഇരവികുളവും റോസ് ഗാർഡനും മാട്ടുപ്പെട്ടി കുണ്ടള തടാകങ്ങളും ടോപ്പ് സ്റ്റേഷനും എക്കോ പോയിന്റും ചീയപ്പാറ ആറ്റുകാട് വെള്ളച്ചാട്ടങ്ങളും മരക്കൂടാരങ്ങളിലെ താമസവും സന്ദർശകർക്ക് പകർന്നു നൽകുന്ന അനുഭൂതി ഒന്നു വേറെ തന്നെയാണ്. ആധുനിക രീതിയിൽ നിർമ്മിക്കപ്പെട്ട റോഡുകളും കുലീനത വിളിച്ചോരുന്ന റിസോർട്ടുകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും എല്ലാം കൂടി ചേരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന 2024 മൂന്നാർ പട്ടണം മാംഗല്യത്തിന് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സർവാഭരണങ്ങളും ചാർത്തി നിൽക്കുന്ന നവോഢയായ ഒരു കന്യകയെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ മൂന്നാർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്ക് പിന്തിരിഞ്ഞു നോക്കണം. നമുക്ക് ആ ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സായിപ്പന്മാർക്ക് വേണ്ടി അവരുടെ രാജ്യത്തെ സുഖകരമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന ഫലം തേടിയുള്ള പ്രയാണത്തിലാണ് മൂന്നാർ എന്ന സ്വപ്നഭൂമി കണ്ടെത്തുന്നത്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 നദികളുടെ സംഗമവേദിയായിരുന്ന ഈ സ്ഥലത്തെ മൂന്നാർ എന്ന് പ്രദേശവാസികൾ പേര് ചൊല്ലി വിളിച്ചു വന്നു. അവിടേക്കാണ് 1790കളിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി കാലുകുത്തിയത്. കേരളത്തിലെ മലബാർ പ്രദേശങ്ങൾ കാൽക്കീഴിലാക്കിക്കൊണ്ട് തെക്കോട്ട് ഗമിച്ചുകൊണ്ടിരുന്ന ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെ ചെറുക്കുകയെന്ന ലക്ഷ്യവും കൂടെയുണ്ടായിരുന്നു. എന്നാൽ ചാലക്കുടിപ്പുഴയിൽ ഉണ്ടായ പ്രളയത്തെ തുടർന്ന് ടിപ്പു മടക്കയാത്ര ആരംഭിച്ചതിനാൽ ആ ചെറുത്തുനിൽപ്പിന്റെ ആവശ്യം വേണ്ടിവന്നില്ല. മൂന്നാർ മലനിരകൾ തേയിലകൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും 1800കളിൽ പാർവതിമലയുടെ 50 ഏക്കർ സ്ഥലത്ത് ബ്രിട്ടീഷുകാർ തേയിലകൃഷി ആരംഭിക്കുകയും ചെയ്തു. 1888 കണ്ണൻദേവൻ പ്ലാന്റേഷൻ അസോസിയേഷൻ പിറവിയെടുത്തു. പിന്നീട് ഇങ്ങോട്ട് മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളുടെ വ്യാപനമാണ് നടന്നത്. ഓരോരോ മലനിരകളായി വിവിധ കമ്പനികളുടെ തേയിലത്തോട്ടങ്ങൾ വളർന്നു പടർന്ന് വ്യാപിച്ചുകൊണ്ടിരുന്നു. 1995 ആയപ്പോഴേക്കും 16 തേയില ഫാക്ടറികൾ മൂന്നാറിൽ സ്ഥാപിക്കപ്പെട്ടു. മലയാളികളെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും നിരവധി തൊഴിലാളികളെ ബ്രിട്ടീഷുകാർ മൂന്നാറിലേക്ക് ആനയിച്ചു. വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും തേയില മൂന്നാറിൽ എത്തിച്ചിരുന്നത് കാളവണ്ടികളിൽ ആയിരുന്നു. അതിനുവേണ്ടി 500 കാളകളെ ഇംഗ്ലണ്ടിൽ നിന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവയെ ശുശ്രൂഷിക്കുന്നതിന് വെറ്ററിനറി സർജനും 2 സഹായികളും ഇംഗ്ലണ്ടിൽ നിന്നും വന്നു. കുണ്ടളയിൽ ആയിരുന്നു കാളകൾക്കുള്ള ഷെഡ് ഒരുക്കിയിരുന്നത്. അങ്ങനെ മാടുകളുടെ ഗ്രാമം എന്ന് അർത്ഥം വരുന്ന മാട്ടുപ്പെട്ടി എന്ന് ആ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങി. ബ്രിട്ടനിലേക്ക് തേയിലയുടെ ചരക്കു നീക്കം സുഗമമാക്കുന്നതിനു വേണ്ടി 1902 മൂന്നാറിനെ ടോപ്പ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് മോണോറെയിൽ സംവിധാനം സ്ഥാപിച്ചു. 1908 മോണോറെയിൽ നാരോ ഗേജ് തീവണ്ടിപ്പാതയ്ക്ക് വഴിമാറിക്കൊടുത്തു. മാട്ടുപ്പെട്ടിയിലും പാലാറിലും റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെട്ടു. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും തേയില നിറച്ച പെട്ടികൾ റോപ്പ് വേയിലൂടെ താഴെ തമിഴ്നാട്ടിലെ കോട്ടക്കുടിയിലും പിന്നെ അവിടെ നിന്നും തൂത്തുക്കുടി തുറമുഖം മുഖേന ഇംഗ്ലണ്ടിലേക്കും പോയിക്കൊണ്ടിരുന്നു. 16 വർഷത്തോളം ഈ പ്രക്രിയ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ എസ്റ്റേറ്റുകളും ഫാക്ടറികളും സ്ഥാപിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമായിരുന്നു അത്. അങ്ങനെയിരിക്കെയാണ് 1924 അത് സംഭവിച്ചത്. 1924 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കം എല്ലാം തകിടം മറിച്ചു. 20ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായ പ്രളയമായിരുന്നു അത്. മലയാള വർഷം 1099 ആണ് ഈ പ്രളയം നടന്നത്. അതുകൊണ്ട് തന്നെ 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ ആ വെള്ളപ്പൊക്കം അറിയപ്പെട്ടു. 1999 കർക്കിടക മാസം 1-ാം തീയതി ആരംഭിച്ച് 3 ആഴ്ചയോളം നീണ്ടുനിന്ന കനത്ത പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ പ്രളയത്തിൽ മുങ്ങിയമർന്നു.
മധ്യ തിരുവിതാംകൂറും തെക്കൻ മലബാറും വെള്ളത്തിനടിയിലായി. ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിന്റെ 3/4 ഭാഗവും പ്രളയത്തിൽ മുങ്ങി. മധ്യ തിരുവിതാംകൂറിൽ 20 അടി വരെ വെള്ളം പൊങ്ങി. മലവെള്ളവും കടൽ വെള്ളവും ഒരുപോലെ കരയെ ആക്രമിച്ചു. കർക്കിടകം 17-ന് തെക്കേ മലബാർ വെള്ളത്തിനടിയിലായി. കോഴിക്കോട് പട്ടണം മുക്കാലും മുങ്ങി. 2000 വീടുകൾ നിലംപൊത്തി. കനാലിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതി തന്നെ മാറി. നദികൾ ഗതിമാറി ഒഴുകി. മലബാർ തിരുവിതാംകൂർ മേഖലകളുടെ സമുദ്രനിരപ്പിനടുത്തുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറി മുങ്ങിയതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 5000 മുതൽ 6500 അടി വരെ ഉയരത്തിലുള്ള മൂന്നാർ തേയിലത്തോട്ടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായത് ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. 1924 ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാറിൽ 171.2 ഇഞ്ചായിരുന്നു പെയ്തിറങ്ങിയ പേമാരി. ജൂലൈ പകുതിയോടെ തുടങ്ങിയ കനത്ത മഴയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞു. മരങ്ങൾ കടപുഴകി. മാട്ടുപ്പെട്ടിയിൽ ഇപ്പോൾ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് അന്ന് 2 മലകൾ ചേരുന്ന സ്ഥലത്ത് തനിയെ ഒരു ബണ്ടുണ്ടാവുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവും പകലും പെയ്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും ഒഴുകി വന്ന മണ്ണും വെള്ളവും താങ്ങാനാകാതെ മാട്ടുപ്പെട്ടിയിലെ ബണ്ട് തകരുകയും ചെയ്തു. അണപൊട്ടിയ പോലെയുള്ള വെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന വെള്ളവും മരങ്ങളും കൂടി മൂന്നാർ പട്ടണം തകർത്ത് തരിപ്പണമാക്കി. റോഡുകളെല്ലാം നശിച്ചു. റെയിൽപാതയും റെയിൽവേ സ്റ്റേഷനുകളും മൂന്നാറിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഹെഡ് വർക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മലയിടിഞ്ഞ് ഒരണക്കെട്ട് ഉണ്ടായിരുന്നു. പഴയ മൂന്നാറിന് സമീപം ഏകദേശം 6000 ഏക്കർ പരന്നുകിടന്നിരുന്ന സ്ഥലം ഒരു വൻ തടാകമായി മാറി. മഴ തുടങ്ങി 6ാം നാൾ ഈ അണക്കെട്ട് പൊട്ടി മലവെള്ളപ്പാച്ചിലിൽ പള്ളിവാസലിൽ 200 ഏക്കർ സ്ഥലം ഒറ്റയടിക്ക് കുത്തിയൊലിച്ചുപോയി. 150 അടി ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കപ്പെട്ടു. പള്ളിവാസൽ ജലവൈദ്യുത നിലയത്തിന്റെ 2 ജനറേറ്ററുകൾ മണ്ണിനടിയിലായി. പള്ളിവാസലിന്റെ രൂപം തന്നെ മാറിപ്പോയി. കുട്ടമ്പുഴ, പൂയംകുട്ടി, മണികണ്ഠൻചാൽ, പെരുമ്പൻകുത്ത്, മാങ്കുളം, കരിന്തിരിമല, 50ാം മൈൽ, ലക്ഷ്മി വഴി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ രാജപാത മധുരയെയും മുസിരിസിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിലൂടെ കടന്നുപോയിരുന്ന പുരാതന പാതയായിരുന്നു. ആ പാതയിൽ മാങ്കുളത്തിനും മൂന്നാറിനും ഇടയിൽ ആയി സ്ഥിതി ചെയ്തിരുന്ന കരിന്തിരി എന്ന വലിയ മല ഭീകരമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂർണ്ണമായി ഇല്ലാതായി. പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം ആലുവ മൂന്നാർ പഴയ രാജപാത ഒലിച്ചുപോയി. മലകളും കാടുകളും തേയിലത്തോട്ടങ്ങളും പുഴകളും റോഡുകളും തകർത്തുകൊണ്ട് സംഹാരതാണ്ഡവമാടിയ ഭീകര വെള്ളപ്പൊക്കത്തിൽ 100 കണക്കിന് മനുഷ്യർക്കും കന്നുകാലികൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും മരണം സംഭവിച്ചു. ശവങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നടന്നു. ശവങ്ങളുടെ കണക്കെടുക്കാൻ ഒരു സംവിധാനവും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. കുണ്ടളവാലി റെയിൽവേ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയത്തിൽ ഇല്ലാതായി. പാലങ്ങൾ തകർന്നു. റെയിൽപാളങ്ങളും സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിനുകളും ഒലിച്ചുപോയി. പൂർണ്ണമായും തകർന്ന മൂന്നാറിനെ ബ്രിട്ടീഷുകാർ തന്നെ മുൻകൈയെടുത്ത് പതുക്കെ പുനർനിർമ്മാണം നടത്തി. വീണ്ടും തോട്ടങ്ങൾ സ്ഥാപിച്ചു. തേയില നട്ടു. റോഡുകൾ നന്നാക്കി. പാലങ്ങൾ നിർമ്മിച്ചു. ജലവൈദ്യുത പദ്ധതികൾ പുനഃസ്ഥാപിച്ചു. അങ്ങനെ മൂന്നാർ പഴയ മൂന്നാറായി. 1924 നിന്നും 2024 എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു മൂന്നാറിന്. മൂന്നാർ ഇപ്പോൾ പഴയ മൂന്നാറല്ല. വിനോദസഞ്ചാര മേഖലയിൽ മൂന്നാർ കൈവരിച്ച നേട്ടം ചെറുതല്ല. കേരളത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചിരിക്കുന്നു മൂന്നാർ ഇപ്പോൾ ഒന്നൊഴികെ. ഇപ്പോഴും പുനർനിർമ്മാണം നടക്കാതെ വിസ്മൃതിയിൽ ആണ്ടുപോയ പഴയ മൂന്നാർ ആലുവ രാജപാതയും റെയിൽവേ ലൈനുകളും. മൂന്നാറിൽ റെയിൽവേയും തീവണ്ടിയും ഉണ്ടായിരുന്നു എന്നതു തന്നെ പുതിയ തലമുറയ്ക്ക് ഒരു അത്ഭുത വാർത്തയാണ്.